സ്വാഗതം കട്ടൻ റേറ്റിലേക്ക്. കന്യാസ്ത്രീകൾക്കും പുരോഹിതന്മാർക്കും സഭാവസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഇത് കേൾക്കുമ്പോൾ ഒരു സമുദായം മാത്രം നേരിടുന്ന വലിയൊരവസ്ഥയാണിത് എന്ന് തോന്നാം. എന്നാൽ അതുമാത്രമല്ല, അതിനോടൊപ്പം ഒന്നുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. തൊപ്പിയും തട്ടവും അസ്പൃശ്യതയുടെ അതിർവരമ്പുകളിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ട് കുറച്ചധികം കാലമായി. ഇതെന്തിനാണ് ഇത്തരമൊരു സമയത്ത് ഇങ്ങനെ ഒരു താരതമ്യമെന്ന് പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ കൂടിയേ തീരൂ എന്നതാണ് വാസ്തവം. 2 കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ സംഭവം കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. മണിപ്പൂർ ഒരു വിഷയമേ അല്ലാതിരുന്ന സഭയ്ക്ക് മുൻപത്തൊരു അടി കിട്ടിയെങ്കിലും അതൊന്നും പാഠമായില്ല. ഇപ്പോൾ ഛത്തീസ്ഗഡും ഒരു പാഠമാവുമെന്ന് തോന്നുന്നില്ല. കിരീടത്തിലെ പൊന്നിന്റെ തിളക്കത്തിൽ മതിഭ്രമിച്ചവർക്ക് കാൽ കീഴിലെ മണ്ണൊലിച്ചു പോകുന്നത് തടയാനായില്ല. പ്രീതി മേരി, വന്ദന ഫ്രാൻസിസ് എന്നീ സിസ്റ്റർമാർ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായത് മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ചാണ്. വ്യക്തമായ തിരിച്ചറിയൽ രേഖകളൊന്നുമില്ലാതെ 2 യുവതികളെയും ഒരു പുരുഷനെയും മനുഷ്യക്കടത്തിന് ഉപയോഗിച്ചു എന്നാണ് ഇവർക്കെതിരെയുള്ള കുറ്റം. ഇവരെ മതം മാറ്റാൻ നോക്കി എന്ന കുറ്റം കൂടി ചാർത്തിക്കൊടുത്തിട്ടുണ്ട്. അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് കോൺവെന്റിലെ സിസ്റ്റർമാരാണ് അറസ്റ്റിലായത്. ഇവർ ജോലിക്ക് വേണ്ടിയാണ് 2 യുവതികളുമായി ആഗ്രയിൽ നിന്ന് യാത്ര തിരിച്ചത്. കൂടെ ഒരു സഹായിയും ഉണ്ടായിരുന്നു. 2 യുവതികളും വ്യക്തമായ രേഖകളുള്ളവരും പ്രായപൂർത്തിയായവരും രക്ഷിതാക്കളുടെ അനുമതിയോടെ ഇവരോടൊപ്പം യാത്ര ചെയ്തവരാണ്. എന്നാൽ ഇവരെ ബജ്രംഗ് ദൾ പ്രവർത്തകർ അന്യായമായി ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാക്കി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇനി മറ്റൊന്ന്, റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇവരെ ചെക്ക് ചെയ്ത TTE ആദ്യം വിളിച്ചത് പോലീസിനെയല്ല, മറിച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകരെയാണ് എന്നതാണ്. അതിലുണ്ട് വേഷം നോക്കി മനുഷ്യനെ തരംതിരിക്കുന്ന ഇവരുടെയൊക്കെ മനോഭാവം. ബജ്രംഗ് ദൾ പ്രവർത്തകർ സിസ്റ്റർമാരോട് പെരുമാറിയ രീതി കേരളത്തിൽ നിന്ന് ചില MP-മാർ അവിടെ പോയി തിരികെ എത്തിയപ്പോൾ വിവരിക്കാൻ പോലും മോശമായ രീതിയിൽ അസഭ്യവർഷം ചൊരിഞ്ഞവരുടെ ലക്ഷ്യം എന്താണെന്ന് അവർ പറഞ്ഞു. എന്നിട്ടും ചില ക്രിസ്ത്യൻ പുരോഹിതന്മാർക്ക് അത് മനസ്സിലായിട്ടില്ല. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി. ഇത്രയൊക്കെ ആയിട്ടും മൂപ്പര് പറഞ്ഞത് ഇതെല്ലാം ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ലെന്ന് വരുത്തി തീർക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നതാണ് എന്നാണ്. ഇതിന്റെ പിറകിൽ ഭരണകൂടമാണെന്ന് പറയാനാവില്ല എന്നാണ്. ഇനി CBCI അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് പറഞ്ഞത് BJPയെ കുറ്റം പറയില്ല, അവർ സഹായിച്ചിട്ടേ ഉള്ളൂ. ചില തീവ്രവാദ സംഘങ്ങളാണ് ഇതിന് പുറകിൽ, അവരെ പുറത്തു കൊണ്ടുവരണം എന്നാണ്. ആ തീവ്രവാദ സംഘങ്ങളുടെ ഗോഡ്ഫാദർ RSSും BJPയുമാണെന്ന് പാംപ്ലാനി പിതാവിന് അറിയാത്തതല്ല. നിലവിൽ സിസ്റ്റർമാരുടെ ജാമ്യാപേക്ഷ ദുർഗ് സെഷൻസ് കോടതി തള്ളുകയും കേസ് NIAക്ക് വിടുകയും ചെയ്തു. കേസ് NIAക്ക് കൈമാറാൻ ഇവർ എന്ത് ദേശവിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയത് എന്നാണ് മനസ്സിലാകാത്തത്. സ്വന്തം മതാചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ള ഭരണഘടനാ അവകാശമാണ് രാജ്യത്ത് നിരാകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ മനസ്സിലായിട്ടും കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും BJPക്ക് ഓശാന പാടുകയാണ് പിതാക്കന്മാർ. പിന്നെ അദ്ദേഹം തീവ്രവാദി എന്ന് മുദ്ര കുത്തുന്നത് ആരെയാണെന്ന് മനസ്സിലാക്കാൻ ഛത്തീസ്ഗഡ് വരെ പോകേണ്ട കാര്യമില്ല. ഭയം കുത്തി നിറച്ച് ഭിന്നിപ്പുണ്ടാക്കി അന്യമതങ്ങളെ തമ്മിലടിപ്പിച്ച് ഇല്ലാതാക്കുക എന്ന BJP ഫോർമുലയ്ക്ക് കൂടുതലും ഇരയാകേണ്ടി വന്നത് ക്രിസ്ത്യാനികളാണ്. വഖഫിലായാലും മുനമ്പത്തായാലും നമ്മൾ കണ്ടതും അതുതന്നെയാണ്. ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് എന്ന ഓമന പേരുകളിൽ ഒരു സമുദായത്തെ മാത്രം കുറ്റക്കാരാക്കി ചിത്രീകരിക്കാൻ BJP ശ്രമിച്ചത് തിരുവസ്ത്രമിട്ടവരുടെ കൂടി പിന്തുണയോടെയാണ്. ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന ഈ അക്രമ സംഭവങ്ങൾ ആദ്യത്തേതൊന്നുമല്ല. റിപ്പോർട്ട് ചെയ്തതും അല്ലാത്തതുമായി നിരവധി എണ്ണം സംഭവങ്ങൾ നടന്നു കഴിഞ്ഞു. അതിൽ കണക്കുകൾ പറയുന്നതനുസരിച്ച് 2024 മാത്രം 864ഓളം ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ ആക്രമിക്കപ്പെട്ടു. അതിൽ ഏറ്റവും മുന്നിൽ ഉത്തർപ്രദേശും തൊട്ടുപുറകിൽ ഛത്തീസ്ഗഡുമാണ്. 150 അക്രമ സംഭവങ്ങളാണ് ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ നടന്നത്. ഇനി ഈ വർഷത്തെ കണക്കെടുത്താൽ വെറും 6-7 മാസം കൊണ്ട് രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ 300-ലധികം അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ദിവസേന ഒരാൾ അല്ലെങ്കിൽ മതസ്ഥാപനങ്ങൾ, പള്ളികൾ തുടങ്ങിയവ ആക്രമിക്കപ്പെടുന്നു. ഇതിൽ രാജ്യത്തെ ആകെ നടുക്കിയ അതിക്രമങ്ങളാണ് മണിപ്പൂരിൽ നടന്നത്. മിക്ക പള്ളികളുടെയും കുരിശുകൾ പിഴുതുമാറ്റി അവിടെ കാവിക്കൊടി നാട്ടിയത് മറക്കാൻ ഇനിയും കഴിയാത്തതാണ്. എന്നിട്ടും ഒന്നും മൊഴിയാതെ കേരളത്തിലെ ഒരു സഭ നോക്കുകുത്തിയായി മാറി.
അപ്പോഴും അവരുടെ ശ്രദ്ധ ശോഭ കരന്തലജയെ പോലെയുള്ളവർ പറഞ്ഞ ലാൻഡ് ജിഹാദിന്റെ വെളിപാടിലായിരുന്നു. മുസ്ലിം വിഭാഗം വിഷലിപ്തമാണെന്ന് പറഞ്ഞു പഠിപ്പിച്ചവർ രാജ്യത്ത് തലങ്ങും വിലങ്ങും തങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ ഇനിയും ശ്രമിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2014 ഡൽഹിയിൽ ഒരു കോൺഫറൻസ് നടന്നു, വേൾഡ് ഹിന്ദു കോൺഫറൻസ്. RSS മേധാവി മോഹൻ ഭാഗവതിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ കോൺഫറൻസിന്റെ അജണ്ട എന്തായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ആഗോളതലത്തിലുള്ള ഹിന്ദുക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അന്ന് അവരവിടെ അവതരിപ്പിച്ച പ്രശ്നങ്ങളിൽ 2 ഇവിടെ പറയാം. മുസ്ലിങ്ങൾ, മിഷണറിമാർ എന്നീ 2 വിഭാഗം അവരുടെ പ്രശ്നങ്ങളായി അന്ന് അവതരിപ്പിക്കപ്പെട്ടു. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ നടത്തുന്ന പരിപാടികളാണ് ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അനുമാനിക്കാം. ഇനി മറ്റൊന്ന് ഇതിൽ വലിയ അത്ഭുതം വേണ്ട എന്നുകൂടിയാണ്. RSSന്റെ ആചാര്യൻ ഗോൾവാൾക്കർ പറഞ്ഞു വെച്ചതും ഇതേ കാര്യമാണ്. അത് അവർ നടപ്പാക്കി വരുന്നു എന്നു മാത്രം. മതപരിവർത്തനത്തിന്റെ പേരിൽ തൊപ്പി ധരിച്ചവരെയും തിരുവസ്ത്രവിട്ടവരെയും ലോക്കപ്പിലിട്ട് തല്ലിച്ചതയ്ക്കുന്നവരോടാണ് നിങ്ങൾ ഏത് മതമാണ് പ്രചരിപ്പിക്കുന്നത്? ഇന്ത്യ സമം ഹിന്ദു എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ നിങ്ങൾ നടത്തുന്ന വലിയൊരു അജണ്ടയുടെ ഭാഗമാണ് ഇന്നലെ മുതൽ ഇന്ന് വരെ നടക്കുന്നതും ഇനി നാളെ നിങ്ങൾ നടത്താനിരിക്കുന്നതും. വസ്ത്രവും ഭക്ഷണവും എന്ന് വേണ്ട പുല്ലും പുഷ്പവും വരെ നിങ്ങൾ തരം തിരിച്ചു കഴിഞ്ഞു. ഒന്നുകൂടി പറയട്ടെ, നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങളിൽ പ്രത്യാശ ചെലുത്താത്ത ഒരു വിഭാഗം ജനത ഇപ്പോഴും ഇവിടെയുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന ആ വിഭാഗം മുസ്ലിങ്ങളാണ്. ജിഹാദികളെന്ന് സംഘപരിവാറുകാർ ഉറക്കെ ആക്രോശിച്ചപ്പോഴും ഇരുമ്പഴിക്കുള്ളിലാക്കിയപ്പോഴും സംഘപരിവാരത്തിന്റെ തിട്ടൂരത്തിനെതിരെ ശക്തമായ നിലപാടിൽ ഉറച്ചു നിന്നവരെയാണ് ഇപ്പോഴും ഇപ്പറഞ്ഞ പിതാക്കന്മാർക്ക് സംശയം. മുനമ്പത്ത് വന്നവരെന്തേ ഒരിക്കൽ പോലും മണിപ്പൂർ സന്ദർശിക്കാത്തത് എന്ന് ഉറക്കെ ചോദിച്ചപ്പോഴും ചില സഭാധ്യക്ഷന്മാർ പറഞ്ഞത് അതൊക്കെ പ്രധാനമന്ത്രിയുടെ പരിഗണനയിലുണ്ട്, എല്ലാം ശരിയാകും, പ്രത്യാശയുണ്ട് എന്നാണ്. ആ പ്രത്യാശയുടെ പുറത്ത് പലരും ഡൽഹിയിൽ വിരുന്നിൽ പങ്കെടുക്കാൻ വരെ പോയി. അധികാരികളോടൊപ്പം നിന്ന് യൂദാസിന്റെ പണിയെടുക്കുന്ന ഇക്കൂട്ടർ പണ്ട് ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന് സ്വന്തം രാജ്യത്തെ ഉറ്റുകൊടുത്ത മേലാളൻ തമ്പ്രാക്കന്മാരെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും അവർക്ക് പ്രത്യാശയാണ് പോലും. ഇതൊക്കെ ആരോ കരുതിക്കൂട്ടി ചെയ്തതാണ് പോലും. ഇത്രയൊക്കെ ആയിട്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയും പഠിക്കാത്തവരോടാണ്. പ്രസിദ്ധ പ്രൊട്ടസ്റ്റന്റ് പുരോഹിതനും നാസി വിരുദ്ധ പ്രവർത്തകനുമായിരുന്ന ഫെഡറിക് ഗുസ്താവ് എമിൽ മാർട്ടിനിമോളറുടെ ഏറെ പ്രശസ്തമായ ചില വരികളുണ്ട്. ഒന്ന് പറയാം. ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു. ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ലായിരുന്നു. പിന്നീട് അവർ തൊഴിലാളികളെ തേടി വന്നു. അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു തൊഴിലാളിയായിരുന്നില്ല. പിന്നീട് അവർ ജൂതരെ തേടി വന്നു. ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു ജൂതനായിരുന്നില്ല. ഒടുവിലവർ എന്നെ തേടി വന്നു. അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും അവശേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെ, ഇനിയും മിണ്ടിയില്ലെങ്കിൽ മിണ്ടാൻ ആരും ബാക്കി കാണില്ല. RSSന്റെ ബൈബിളായ വിചാരധാരയിൽ 2ാമത്തെ ശത്രുവിഭാഗമായി എണ്ണിപ്പറഞ്ഞവരാണ് ക്രിസ്ത്യാനികൾ. ഹിന്ദുത്വ ഫാസിസത്തിന്റെ കരങ്ങൾ പണ്ടേ തന്നെ അവരെയും സ്പർശിച്ചു കഴിഞ്ഞതാണല്ലോ.